കഴിഞ്ഞ ദിവസം ജാസ്മിനെ സ്നേഹിക്കുന്നവരും സുഹൃത്തുക്കളുമെല്ലാം ചേർന്ന് ജാസ്മിൻ ഫാൻസ് മീറ്റപ്പ് എന്നൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ശക്തമായ മഴയായതിനാൽ ആളുകളുടെ എണ്ണം കുറച്ചെങ്കിലും ഇത്രയധികം ആളുകൾ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് ജാസ്മിൻ പറഞ്ഞിരുന്നു. വന്നവരൊക്കെ ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നവരാണ്. കുറച്ച് ആളുകൾ മാത്രമാണ് വന്നത്. വരാൻ കഴിയാതെ നിരവധി പേർ ഉണ്ടായിരുന്നെന്നും ജാസ്മിൻ പറയുന്നു. കുറെ ആൾക്കാർ എനിക്ക് PR വർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ പരിപാടി കാണുമ്പോൾ തന്നെ അതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയൊരു ഇവന്റ് ആക്കിയോ അതല്ല വലിയൊരു ആസൂത്രണത്തോടെ സംഘടിപ്പിച്ച പരിപാടി ഒന്നുമല്ല ഇത്. ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടെന്ന് മാത്രമാണ് എന്നെ അറിയിച്ചത്. അല്ലാതെ എങ്ങനെ സംഘടിപ്പിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല. കുറെ പ്രവാസികളും ഉമ്മമാരും കൊച്ചു മക്കളും ഏട്ടന്മാരും ഒക്കെ ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിനെ ഒരു ഫാൻസ് മീറ്റപ്പ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഞങ്ങൾ കുറച്ച് ആളുകൾ ഒത്തുകൂടി. എന്നെ സ്നേഹിക്കുന്നവരുടെ ഇടയിലേക്ക് ഞാൻ വന്നു ചേർന്നു. കുറച്ചു നേരം മലയാളം സംസാരിച്ചു, ഭക്ഷണം കഴിച്ചു. പരിപാടി അടിപൊളിയായിരുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. 100 പേർ എതിർക്കാനുണ്ടെങ്കിലും 10 പേർ സ്നേഹിക്കാനുണ്ടായാൽ മതി. അത് തന്നെ വളരെയധികം സന്തോഷം. ഓരോ അമ്മമാരൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മവയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. മറ്റ് പരിപാടികളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ബിഗ് ബോസിനകത്തായിരുന്നപ്പോൾ ഇതിന്റെ 1/4 പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തിയായിരുന്നു ഞാനെന്നാണ് ജാസ്മിൻ പറയുന്നത്. അതേസമയം ഈ പരിപാടിക്കായി കേരളത്തിന്റെ നാനാ ജില്ലകളിൽ നിന്നും പലരും എത്തിയിട്ടുണ്ടെന്നാണ് ജാസ്മിൻ ആരാധകർ പറയുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും വന്നവരൊക്കെയുണ്ട്. മസ്കറ്റിൽ നിന്നും എത്തിയവരുണ്ട്. ജെന്യൂൻ ആയിട്ടുള്ള മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ എന്നാണ് ആരാധകർ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ഇത്രയധികം സ്നേഹിക്കുന്നതെന്നും ആരാധകർ പറയുന്നു.